right there on top of the moon. We could sit and do nothing. I wish we were bold to just fly away. I don't want. ഇന്നത്തെ ഈ ഒരു ഈദ് പ്രിപ്പറേഷൻ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ എക്സാമിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ജൂന് എക്സാമാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ ഇൻ ആൻ ഹവർ? ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ ഇൻ ആൻ ഹവർ? 60 minutes. റൈറ്റ് ദ അല്ലെങ്കിൽ സേ ദ 4 മെയിൻ ഡയറക്ഷൻസ്. South, east, north, west. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോണ്ടാ. ഫൈനൽ എക്സാം അല്ലേ? ഇതൊന്നും കൂടി പഠിച്ചാൽ ഏത് ഒന്നുകൂടി എല്ലാതും ഒന്നും കൂടി ചോദിക്കാം. ഓക്കെ, കൊണ്ട ബുക്ക് കൊണ്ട് ഞാൻ ചോദിക്കാം. ഫാനിൻ്റെ ഒച്ച നല്ല ഉള്ളതുകൊണ്ട് ആ ഒരു നല്ല കാറ്റ് പോകണ ഒച്ച ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ ചോദിക്കാം. റൈറ്റ് 3 യൂസസ് ഓഫ് വാട്ടർ. ക്ലീനിങ്, വാഷിംഗ്, ഡ്രിങ്കിങ്. ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്, ഇനി കേൾക്കുണ്ടോ നോക്കാം. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ? വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ? പോണ്ട്, റിവർ, ലേക്ക്, റെയിൻ, ട്യൂബ്. വാട്ട് ഈസ് ഗ്രൗണ്ട് വാട്ടർ? The water that got sucked in the ground is called groundwater. How can we take out groundwater for our use? We use hand pump, well to collect groundwater. How can we save water? Collect rainwater and mop the floor. Use a bucket to clean the car. Then close the tap after use. Oh, good boy. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിക്കട്ടെ, ഇതല്ലേ? ഓക്കെ. How did early human beings move from one place to another? Early human beings walked one place to another. Good boy. Which means of transport will you use to send a lot of good? Land transportations. Okay. Name the fastest means of transport. Air transport. What are helicopters used for? To carry food and medicine to people in need. Okay da. Good boy. Very good. ഇതിലില്ല. ഓക്കെ, ഇനി സീസണിനെ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണ്. വാട്ട് ഈസ് എ സീസൺ? When the weather remains the same for some time, it is called a season. How do people keep themselves cool during the summer season? People use air conditioners, air coolers to keep cool. Okay, so what happens during the autumn season? Trees shield their leaves. Okay. What types of clothes do we wear during the winter season? Woolen clothes. Why? Because it keeps us warm. Pollution is dash for all living things, harmful or useful. Harmful. Dash places attract flies and insects, clean or dirty. Dirty. Washing clothes in a river causes dash pollution, noise or water. Water. Loudspeakers and horns of vehicles cause dash pollution, noise or land. Noise. Okay, good. Then next season the chapter ആണ്. There are dash main seasons. 4. 5. Okay. There are dash main seasons. ആ ഫൈലിന് ഡയറക്ഷൻസ് ആയിട്ടത് അല്ല. We wear light dash clothes during the summer season. True. We wear light dash clothes during the summer season. ഓപ്ഷൻസ് എന്താ? Options: autumn, monsoon, 5, pleasant, cotton. ചോദ്യം വെച്ചാ We wear light dash clothes during the summer season. ഇവിടെ Cotton clothes. ഇതാ ഇത് ഇതോ? അങ്ങനെ കുറേ ദിവസമായി ഞാൻ ഈദിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കണം. അങ്ങനെ ഇപ്പോൾ ഇതേ ഒരുങ്ങി അവസാനം ഈദിൻ്റെ തലേ ദിവസമാണ് ഇപ്പം നമുക്കത് എടുക്കാനുള്ളൊരു വീഡിയോ വന്നിട്ടില്ലേ. അങ്ങനെ എടുത്ത് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച് എൻ്റെ കയ്യിൽ കുറേ മാർസിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. സോ മാർസിൻ്റെ പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു യെല്ലോ ഷറാറ ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വള, പിന്നെ അതുപോലെ എൻ്റെ ആക്സസറീസ് ഒക്കെ ഊരി മാറ്റി. ഇനി നമുക്ക് നേരെ
നേരെ പോയിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാട്ടെ. അങ്ങനെ ഞാനിത് എൻ്റെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുഖം കഴുകണം, മേക്കപ്പ് ഫുള്ള് ക്ലിയർ ആക്കണം. അപ്പം തന്നെ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞാനത് അപ്പം ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഖം കഴുകാൻ വേണ്ടി പോയി മുഖമൊക്കെ കഴുകിയപ്പോൾ തന്നെ ഒരു സുഖട്ടോ, ഒരു സമാധാനം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനൊന്ന് മിനുങ്ങാൻ വേണ്ടിയിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാർമസിൻ്റെ ഫേസ് റേസർ എടുക്കുകയാണ്. ഇപ്പോൾ ഇതേ പുതിയ പാക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. സോ അതിനൊരു റേസർ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് മറ്റേ ബോക്സിലുള്ള ബാക്കി ഞാൻ അവിടെ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ തലേ ദിവസത്തെ ഒരു വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈദ് പ്രിപ്പറേഷൻസിൻ്റെ അത് അന്ന് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്തിടാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഇന്ന് ഈദിൻ്റെ ഈ ദിവസം ഇടുന്നത്. അപ്പോൾ റേസർ യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും ഫേസൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡെർമാക്കോൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോൾ പെരുന്നാളിൻ്റെ ദിവസമായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും പെരുന്നാളിൻ്റെ വിശേഷങ്ങളും എല്ലാം എന്നോട് അപ്ഡേറ്റ് ചെയ്യണേ. അപ്പം ഞാനങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇൻഷാല്ലാ ഈദിൻ്റെ വ്ളോഗും വരുന്നുണ്ട്. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാനിത് മുഖം ഇട്ട് കഴുകിയപ്പോൾ കയ്യിൽ വെള്ളമായിട്ടാണ് എൻ്റെ എക്സ്റ്റെൻഡർ സ്ലീവ്സിൻ്റെ അവിടെ ഒരു നനഞ്ഞ പോലത്തെ ഒരു അടയാളം കേട്ടോ. പിന്നെ അതുപോലെ റേസറും ഞാൻ പോയി ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫേസിലൊക്കെ നിറച്ച് പിമ്പിൾസ് ആയതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചും കണ്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചൊന്ന് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ടിഷ്യൂവിൽ വെച്ചിട്ട് അതിലുള്ള ഡേട്ടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെയും യൂസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പോയി ഒന്നുകൂടി നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് മൊത്തത്തിലൊന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫേസിലുള്ള ഹെയർ എടുക്കുമ്പോഴാണ് എൻ്റെ ഫേസ് എത്രത്തോളം അലമ്പാണെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കാറ്. കാരണം പിന്നെ അപ്പോൾ എൻ്റെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും എല്ലാം നല്ലപോലെ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു റൂം ഇതേ മൊത്തത്തിൽ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കാനുണ്ട്. അങ്ങനെ വലിയ അലമ്പൊന്നുമില്ല, ചെറിയ അലമ്പേ ഉള്ളൂ. എല്ലാം ഒന്ന് സ്ഥലത്തോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളൊരു പരിപാടി അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാനുണ്ട്. എന്തായാലും ഇതിനുള്ള ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് മിനിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ച കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമ്മൾ നാളെ എന്തായാലും ഡെസേർട്ട്സ് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനും ദീദിയും കാക്കയും കൂടെ കേട്ടോ. അപ്പോൾ ഉച്ചന് ശേഷം ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു ബ്ലോക്കാണെന്നറിയോ. അതും നാളെ ഈദാണോ എന്ന് കൺഫേം ആയിട്ടില്ല. നമ്മൾ 29ാമത്തെ നോമ്പാണല്ലോ. നമ്മൾ നേരെ പോയത് ജനത ബസാർക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ അതെ അനിയൻ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവന് കാർഡ് ബോർഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പുതിയത് അവിടെ വീട്ടിലൊന്നുണ്ട്, പക്ഷെ എന്നാലും പുതിയതൊന്ന് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ജേർണൽ ഡയറി, പിന്നെ എനിക്ക് കുറച്ച് റാപ്പിംഗ് ഷീറ്റ്സ് ഒക്കെ വാങ്ങി. എന്നിട്ട് ജനത ബസാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ലിയാനെ പോയി എനിക്ക് എൻ്റെ തിരികെ ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ത്രെഡ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ കാറിൽ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ നല്ല രസമുള്ളൊരു സൺലൈറ്റ് കണ്ടു. ഐസൊക്കെ ബ്രൗൺ ആയിട്ടെല്ലാം ഭംഗിയില്ല. അപ്പം എനിക്ക് എൻ്റെ പിരികം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഐബ്രോ ഞാൻ ഉള്ള ഷേപ്പ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നും തോന്നാനുണ്ടാവില്ല ഈ കാരം. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അനിയൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നോ? സൂപ്പർ. എല്ലാതും കിട്ടിയാ? ഫുൾ മാർക്ക് ഉണ്ടാവും? അങ്ങനെ പിന്നെ നോമ്പറക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ദീദിയും കൂടി മന്തിയൊക്കെ ഞാൻ പൂതി പറഞ്ഞിട്ട് നമ്മളിന്ന് മേടിച്ചതായിരുന്നു. ജ്യൂസായിട്ട് നമുക്ക് പൈനാപ്പിൾ ജ്യൂസും പിന്നെ അതേ വെള്ളം നമ്മൾ എടുത്തുകൊണ്ടിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം. പിന്നെ അതേ ഈത്തപ്പഴമുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് വത്തക്ക ഉണ്ടായിരുന്നു, പിന്നെ പൊരിക്കടിയായിട്ട് സമൂസയും കട്ട്ലറ്റും മുട്ട ബജിയും പിന്നെ ഈത്തപ്പഴം പൊരിച്ചത് അങ്ങനെ എന്തോ ഉണ്ട്, എനിക്കറിയില്ല കേട്ടോ. ഞാൻ പൊരിക്കടി കഴിക്കാത്തതുകൊണ്ട് കൂടുതൽ എനിക്ക് നോക്കുന്നില്ല. പിന്നെ മന്തി ഉണ്ട് കാര്യം, നമ്മൾ ഉണ്ടായിരുന്നാണ് മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കൂടെ തന്നെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെന്താ പൊരിക്കടി കഴിക്കാത്തെന്ന് ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഓയിൽ അവോയ്ഡ് ചെയ്തതാണ്. അൽഫാം മന്തിയും ഹണി മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് നോമ്പറന്ന് കിട്ടിയെങ്കിൽ എനിക്ക് മന്തി കഴിക്കായിരുന്നു എന്ന് എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത് കേട്ടോ. ആക്ച്വലി നമ്മൾ 2 ഫുള്ളൊക്കെ വാങ്ങി, 2 ഫുള്ളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ബാക്കിയായിട്ട് നമ്മൾ പിന്നെയൊക്കെ ഇരുന്ന് കഴിച്ചാണ് തീർത്തത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ അതേ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നോമ്പറക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ലാസ്റ്റത്തെ നോമ്പാണോ അതോ ഇനിയൊരു നോമ്പും കൂടി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. പള്ളിയിൽ നിന്ന് ഇങ്ങനെ തെക്ബീർ കേൾക്കുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പം ഞാൻ മെഹന്തി കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മെഹന്തി പ്രോൻ്റെതാണ്, നമ്മൾ ജനത ബസാറിലുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ പോയി ഞാൻ മടങ്ങി വന്ന് ഞാൻ തപ്പിയപ്പോൾ കണ്ടില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ പിന്നെയും പോയപ്പോൾ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് നമ്മൾ ഫ്രീസറിലാണല്ലോ കീപ്പ് ചെയ്യേണ്ടത്, ഓർഗാനിക് കോൺ ആയതാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പെരുന്നാളാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫിത്തർ സക്കാത്തിൻ്റെ അരി കൊടുക്കുമല്ലോ, പിന്നെ ഫുള്ള് പെട്ടെന്ന് അരി കൊടുക്കുന്നതും അങ്ങനെ ഫുള്ള് കാര്യങ്ങൾ സെറ്റാക്കലായിരുന്നു. നമ്മൾ കുറേ കവറിൽ ഇങ്ങനെ അരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് നിത വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിതനെയും പിക്ക് ചെയ്യണം, പിന്നെ പോകുന്ന അതിൽ ദീദിൻ്റെ അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഹന്തി ഇടാൻ സോവലെയും പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആക്ച്വലി മെഹന്തി ഇടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമുക്കൊരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ സഫ്നൻ്റെ കല്യാണം ഉണ്ട്. സോ ഇപ്പം മെഹന്തി ഇട്ടാൽ ഓർഗാനിക് അല്ല, അപ്പോഴേക്ക് പോവില്ല എന്നുള്ളൊരു ഡൗട്ടാണ്. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു പെരുന്നാളല്ലേ എങ്ങനെ മെഹന്തി ഇടാതിരിക്കുക, അപ്പം ഞാൻ എന്ത് ചെയ്ത് സിമ്പിളാക്കി എന്തെങ്കിലുമൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവരൊക്കെ പോയി പിക്ക് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. നിത മെഹന്തി ഇടൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും മെഹന്തി ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ അവരവിടെ മെഹന്തി ഇടുന്ന നേരം കൊണ്ട് ഞാനും ദീദി എന്ത് ചെയ്ത് നമുക്ക് പുഡിങ്ങും നാളത്തേക്കുള്ള ഡെസേർട്ട്സ് സ്വീറ്റ്സൊക്കെ റെഡിയാക്കാണ്ടല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ മാംഗോ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 പാക്കറ്റ് പാലിങ്ങനെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാംഗോ ഫ്ലേവറുള്ള പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇടയിൽ ഞാൻ ഇവരുടെ അടുത്ത് മെഹന്തി ഇടുന്നിടത്തും പോയി നോക്കും. അപ്പോൾ അവൾക്ക് ഒരു കയ്യിൽ ഫുള്ള് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മറ്റേ കയ്യിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മാംഗോ പുഡിങ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒന്ന് പുറത്ത് നിന്നുകൊണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്യാരമൽ പുഡിംഗ് ആണ്. ഇത് ബാക്കി വന്നത് വലിയൊരു ബൗളിലാണ് ഇട്ടത്, ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു ബൗളിലും. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ക്യാരമൽ. ഇത് നമ്മൾ കമഴ്ത്തി എടുക്കുമ്പോഴാണ് റെഡി ആവില്ല. അപ്പോൾ ഇത് സെറ്റായി ഇപ്പം അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ദീദിൻ്റെ വക ഒരു പുഡിങ്ങും പിന്നെ കാക്കാൻ്റെ വക വേറൊരു സ്നാക്കല്ല ഇതുപോലെ തന്നെ ഡെസേർട്ട് ഒരു ഐറ്റം ഒക്കെ ഉണ്ട്. കയ്യെ കിട്ടറിച്ചുവാ വിഷ ഞാൻ വ്ളോഗിലിടട്ടെ. കുറവുണ്ടെനിക്ക്. അങ്ങനത്തെ ഇഷുവിൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളിലും പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോലെ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 11-12 മണി ആയിട്ടുണ്ടായിരുന്നു. അവന് ഞാനും ദീദിയും നീതയും കൂടെ ഒപ്പം ഫുഡ് അയച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ എന്തായാലും നല്ല ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉമ്മക്കുള്ള മെഹന്തി ഞാൻ ഇട്ടെടുക്കുക വിചാരിച്ചു. ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ഉമ്മക്കുള്ള ബിഗ് ബേറ്റ് ഇട്ടെടുത്തിട്ടോ. പിന്നെ ഞാൻ മെഹന്തി ഇടാമെന്ന് തീരുമാനിച്ചല്ലോ. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ഒരു ബിഗ് ബിൻ്റെ കോണ് കിടക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ തപ്പിപ്പോയെടുത്തത്. അതാകുമ്പോൾ നമുക്ക് എത്ര വലിയ ഡിസൈൻ ഇട്ടാലും കുഴപ്പമില്ല, 2-3 ദിവസം കൊണ്ട് അത് പോയിക്കോളും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഞാനും അതുപോലെ ബിഗ് ബിൻ്റെ കോണായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ദീദിൻ്റെ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സമയം 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദീദിൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവളെ 2 കൈമേലിട്ടുണ്ട് ഒരു അറബിക് ഡിസൈന് പോലെ. ഞാൻ ഇടുന്നൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഈദിൻ്റെ മോർണിംഗ് എനിക്ക് ഒരു ഹാമ്പർ സെറ്റ് ആക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈദിൻ്റെ ഹാമ്പറാണ് അത്. ഈദിൻ്റെ മോർണിംഗിലേക്ക് റെഡി ആക്കണം. അപ്പം ഞാൻ അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെർമാക്കോളൊക്കെ വെച്ച് ഡബിൾ ടാപ്പൊക്കെ വെച്ച്. സോ ഇതാണ് ഞാൻ മെഹന്തി ഇട്ടത്. ഞാനിത് പിൻട്രസ്റ്റ് കണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇട്ടതാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. ഐ മീൻ കാണാൻ രസമാണ്, പക്ഷെ എൻ്റെ കൈമൊക്കെ വന്നപ്പോൾ എന്തോ ഒരു ശുഷ്കാന്തി ഇല്ലാത്ത പോലെയൊക്കെ തോന്നി എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഇതാണിത്, ഈ ഒരു കാർഡ്ബോർഡ് നിറച്ച് എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. എനിക്കൊരു കറക്റ്റ് ഓർഗനൈസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ ലബൂബൂനൊക്കെ ഞാൻ അതിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഹാമ്പറിൻ്റെ പണികളൊക്കെ ബാക്കി വേഗം സെറ്റാക്കാം. അപ്പോൾ ഹാമ്പർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ സുഡിയോ എന്നുള്ളൊരു ടീഷർട്ടും പിന്നെ അതുപോലെ കിറ്റ്കാറ്റും ചോക്ലേറ്റ്സ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അക്രലിക് കട്ടിങ് ഉണ്ട് കേട്ടോ, ഈദ് മുബാറക്ക് എന്നില്ല. അപ്പോൾ ഇത് ഫുള്ള് സെറ്റാണ്. ഇത് നമുക്ക് കൊടുത്താൽ മാത്രം മതി ഇനി. അപ്പോൾ ഇതെൻ്റെ മെഹന്തി ഞാൻ അങ്ങനെ കൂട്ടത്തിൽ വെച്ചേക്കിപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ ഇത്രയുള്ള നമ്മുടെ ഒരു ഈദ് പ്രിപ്പറേഷൻസ് വ്ളോഗിന്. ഈദ് വ്ളോഗിങ്ങിന് നിങ്ങൾ വെയിറ്റിംഗ് ആണോ അല്ലേ എന്നൊക്കെ പറയുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നാളെ ഈദ് വ്ളോഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.